പരിശുദ്ധയമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ചെയ്ത തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഹസ്ബൻഡ് ബിനു, മക്കൾ കാൻഡിസ്, നോയൽ. ഞങ്ങൾ പൂനെയിൽ കാർമൽ പാരിഷ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. 2023 ഡിസംബർ 28 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മോൻ്റെ MBBS പഠനത്തിന് ശേഷം ഞാനും അവനും കൂടി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുകയും മോൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, മോൻ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന് മാതാവിൻ്റെ രൂപമെടുത്ത് പ്രദർശനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്ന് മോനോട് ഞാൻ പറഞ്ഞിരുന്നു. മോനെ, നീ അതുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ അവനത് മാതാവിനെ കിട്ടുകയും അതുപോലെ ജോസഫ് അച്ഛൻ്റെ തലയിൽ വെച്ചുള്ള ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. പിന്നെ ഓഗസ്റ്റിലായിരുന്നു അവൻ്റെ നീറ്റ് PG എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഇവൻ ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് അത്ര ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവന് നീറ്റിന് കിട്ടിയ സ്കോറ് വെച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, അവൻ ആഗ്രഹിച്ചിരുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടാനായിരുന്നു സാധ്യതയുണ്ടായിരുന്നത്. പിന്നെ നീറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ടായ സമയത്ത് സെൻറ്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാൺ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്ററും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെൻറ്റ് ജോൺസിൽ വരേണ്ടിയിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവൻ സെൻറ്റ് ജോൺസിൽ വരികയും ആ വന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവന് വന്ന് എന്നോട് പറഞ്ഞു, അമ്മ, ആ കോളേജ് നല്ലതാണ്, എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. പിന്നീട് ഞങ്ങളപ്പം സെൻറ്റ് ജോൺസ് എന്ന് എപ്പോഴും മനസ്സിൽ കരുതി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റൗണ്ട് 1 കൗൺസിലിംഗ് തുടങ്ങി. ആ സമയത്ത് നമുക്ക് മനസ്സിലായി സൈക്കാട്രി ബ്രാഞ്ചിലോട്ട് ഞങ്ങൾ കാറ്റഗറി 3 ആണ്. കാറ്റഗറി 1 ഒരു സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർക്കുള്ള സീറ്റാണ്, അവർ ഡോക്ടറാണെങ്കിൽ അവർക്കുള്ളത്. കാറ്റഗറി 2 3 സീറ്റ് സെൻറ്റ് ജോൺസിൽ പഠിച്ചിട്ടുള്ള MBBS അവിടെ നിന്ന് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 3 ആണ്, ഞങ്ങൾക്ക് സീറ്റൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തന്നെ ഞാൻ ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് പൂർത്തിയാകാനായിട്ട് ചില ചലഞ്ചായിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി തരികയുണ്ടായി. ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നൊരു യൂട്യൂബറാണ്. എനിക്ക് ഏകദേശം 41,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനലിൽ. ഒരു നവംബർ 11 ഞാൻ എൻ്റെ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആദ്യത്തെ വീഡിയോ. അതിനുശേഷം 4 മണിയായപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:15 ആയപ്പോഴത്തേക്കും എൻ്റെ സൊസൈറ്റിയിലൊരു ആൻറ്റി വന്ന് പറഞ്ഞു, നിഷ, എന്തോ നിൻ്റെ വീഡിയോ ചാനലിൽ പറ്റിയിട്ടുണ്ട്, സം വിയേർഡ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റായി. പ്രത്യേകിച്ചൊരു റീസണും എനിക്ക് മനസ്സിലായില്ല, ചാനൽ ടെർമിനേറ്റായി. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, മോൻ മെസ്സേജ് നോക്കിയിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അമ്മയുടെ ചാനൽ ടെർമിനേറ്റായി പോയിട്ടുണ്ട്, അവിടെ നിന്നൊരു മെസ്സേജ് വന്നു അപ്പീൽ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അപ്പീൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ ചാനലിന് ഞങ്ങൾ ചെക്ക് ചെയ്തു, ടെർമിനേറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേറൊരു ചാനൽ തുടങ്ങാം. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ തുടങ്ങിയാലും ഇങ്ങനൊരു മിസ്റ്റേക്കിൽ അവർ എൻ്റെ ഫേസ് ID ഒക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വീഴ്ച വന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് തരാനുള്ള അനുഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കാം ഇങ്ങനൊരു ചലഞ്ച് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലിനി ഉടമ്പടിയിലെ കുറേ പത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആ പത്രം എല്ലാം എടുത്ത് അതിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുപോലെ തന്നെ തൈലമൊക്കെ പുരട്ടിയിട്ട് പത്രം എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ, ഞാൻ ഇതുവരെ പോകാത്ത, പൂനെ താമസിച്ചിട്ട് 22 വർഷമായി, പക്ഷേ ഒരിക്കൽ പോലും പോകാത്തൊരു പള്ളിയുണ്ട്. അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു മാസമുണ്ട്. ഞാനും ഇവനും കൂടി പോയി അവിടെ പത്രമൊക്കെ കൊടുത്തു, അവൻ്റെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുത്ത് തീർത്തു. കുർബാനയും കൂടി അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഉടമ്പടി ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ നിനക്ക് റിക്കവറാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിടികിട്ടി ഈ പത്രം കൊടുക്കാതെ എന്നെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാതാവിന്
ഞാൻ അകന്നു പോയെന്നു തോന്നുന്നതും അത് ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ പിന്നീട് ആ പത്രം എല്ലാമായിട്ട് പിന്നീടുള്ള സൺഡേകൾ ഞാനും മോനും കൂടി അടുത്ത ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് പള്ളികളുണ്ട് അവിടെ. ആ പള്ളിയിലെല്ലാം പോകുന്നു. ചിലപ്പം 1, 2, 3 കുർബാനയൊക്കെ കണ്ട ദിവസമുണ്ട്. പത്രം എല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ രണ്ടാമത് ഇവരുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കാറ്റഗറി 2-ലെ 3 സീറ്റിലും അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ സീറ്റ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഡിസംബർ 14-ാം തീയതി ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരണം. ആ സമയത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അത് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസംബർ 16-ാം തീയതിയിലെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വേർഡ്സ് എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കായി. അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മാത്യു 7:9, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ, അതുപോലെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾക്ക് മാതാവിനോട് ചോദിക്കുന്ന എല്ലാ അനുഗ്രഹവും തരും. നിങ്ങളുടെ ഉടമ്പടിയിൽ എന്ത് വെച്ചിട്ട് നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പോൾ എനിക്കത് ഒത്തിരി എനിക്ക് തോന്നി എനിക്കുള്ള മെസ്സേജായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്ക് ചിലപ്പോൾ ഉള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ മോൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മ, ഞാൻ മാതാവിനോട് ഈശോയോടും പറയുന്നുണ്ട് എനിക്കൊരു സീറ്റ് കിട്ടണേ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വെച്ചാൽ അവൻ നിരാശയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം തകർന്നു പോവുകയാണെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി. കുഴപ്പമില്ല, ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു, റൗണ്ട് 2-ൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് മാംഗ്ലൂരാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 25-ആണ്. അപ്പോൾ ഞങ്ങൾ 22-ാം തീയതി പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിൽ വരികയാണ്. ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കുകയും വേണം, മറ്റേ കോളേജ് ജോയിൻ ചെയ്യുകയും വേണം ഇൻ കേസ് ബാംഗ്ലൂർ കിട്ടിയില്ല എങ്കിൽ. പക്ഷേ 23-ാം തീയതി ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് 12 മണിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും മാതാവിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാറി. കാരണം കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് മാതാവ് തന്നു എന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗിസ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവനെ അതിനുശേഷം അവിടെ MDക്ക് സൈക്കാട്രിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇതിലേക്ക് വരുത്താൻ വേണ്ടി മാതാവ് ഞങ്ങളെ തയ്യാറാക്കിയ വിധവും അതൊക്കെ ഒത്തിരി ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറവുകളെ മനസ്സിലാക്കി തരാനും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പോയ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകമായിട്ട് ഓൺലൈനിൽ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇട്ടിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത്, അതുപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഫാസ്റ്റ്, അതായത് നോൺ വെജ് അതുപോലെയൊന്നും കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങളെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളും, ഞങ്ങൾ എവിടെയാണോ കുർബാനയ്ക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നതിലൊക്കെ ഉള്ള കുറവുകൾ മാറ്റിക്കൊണ്ട് ആ ഒരു മാസക്കാലം വളരെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന പോലെ ചെയ്യുന്നു പറയുന്നു തരുന്നതായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നു തീരുമാനിച്ച സമയത്ത് തന്നെ എനിക്കൊരു അലർജി രോഗമുണ്ടായിരുന്നു. ഏകദേശം 35 വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം പൈപ്പ് തുറന്ന് പാത്രം കഴുകുകയൊക്കെ ചെയ്ത് അപ്പത്തൊരു തുമ്മാൻ തുടങ്ങും. അതുപോലെ ഫ്രിഡ്ജ് തുറന്ന് എന്നും എടുക്കാൻ പറ്റത്തില്ല. കുറേ എല്ലാ ദിവസവും ഞാൻ അലറിഡ് എന്നൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെയാണ് എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം മാതാവ് തന്നത്. അതായിരുന്നു എനിക്ക് ആദ്യമുണ്ടായ ഒരു രോഗസൗഖ്യം. 5 വർഷമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ആ ഒരു അലർജി പ്രോബ്ലം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നു. പത്രം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ പള്ളികളിലായിരിക്കത്തില്ല ഇപ്പം കൊടുക്കുന്നത്, പുറത്തുള്ള പള്ളികളിലാണ് കൊണ്ടു കൊടുക്കുക. അത് ചിലപ്പം ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ആയിട്ടാണ് പോകുന്നത്. അവിടെ പല പള്ളികളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക, ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കുന്നത് സ്റ്റാറ്റസ് ഇടാറും ഷെയർ ചെയ്യാറുമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് കുമ്പസാരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ എല്ലാ സൺഡേയും മാസിന് പോകുന്നു. കഴിയുന്നതും ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് ഒരു ദിവസം മാസം ഉള്ളത്, അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ പോവാറുണ്ട്. പിന്നീട് ബൈബിൾ വായന, അതുപോലെ തന്നെ ജപമാലയാണ് ഏറ്റവും കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളത്. My name is Noel. I have truly been blessed by this miracle in my life.
Just like Father Joseph keeps saying, not by merit but by grace. I feel my life is truly a testament for the things that have happened in the last 1 year. I could not have expected anything of that sort. I would like to take this opportunity to thank our Lord Jesus Christ and Blessed Mother Mary for all the blessings that me and my family have received. ഈ ഒരു അനുഗ്രഹം നൽകി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാകാൻ അവസരം നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായാലും കഷ്ടതയായാലും നഷ്ടമായാലും വേദനയായാലും ദൈവം ഒടുവിൽ നന്മയ്ക്കായി മാറ്റുന്നു. എല്ലാം തന്നെ നല്ലതാണ് എന്നല്ല, കഷ്ടപ്പാടുകൾ ആവശ്യമില്ല എന്നുമല്ല. ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഈശോയുടെ ഉദ്ദേശം നിറവേറ്റുന്നതിനും ഒടുവിൽ നമുക്ക് നല്ലതാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നിഷ ബിനുവും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും കൂടെ നിന്ന് ഈശോയുടെ പദ്ധതി അനുസരിച്ച് ഇവർ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഈശോയുടെ അമ്മയുടെ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും സാധിച്ചത്. യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. ആദ്യമായി കൃപാസനത്തിൽ കണക്ട് ചെയ്യുന്ന ഓൺലൈനിൽ കൂടിയാണ്. മകൻ്റെ MBBSൻ്റെ പഠനം കഴിഞ്ഞ് നല്ലൊരു കോളേജിലേക്ക് PG എക്സാമിന് വേണ്ടിയിട്ട് പഠിത്തത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ഈ മക്കൾ ശ്രമിച്ചിരുന്നു. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൽ കൂടെ ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ചാണ് ഓരോ പ്രാവശ്യവും പല കോളേജുകളിൽ പോയപ്പോഴും അഡ്മിഷന് പോയപ്പോഴും ഇവർ പ്രാർത്ഥിച്ചത്. സീറ്റിന് വേണ്ടി എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അവസാനം എല്ലാം നല്ല രീതിയിലാക്കി തന്നെ ദൈവം ഇവർക്ക് അനുഗ്രഹിച്ചതാണ് നമ്മൾ കണ്ടത്. MD സൈക്കാട്രിയിലാണ് അഡ്മിഷന് കൊടുത്തത്. ഈശോയും അമ്മയും കനിഞ്ഞനുഗ്രഹിച്ച ഒരു അനുഗ്രഹമാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഈ മകൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് അവരനുഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചാണ് നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ മകൾ പറഞ്ഞ പോലെ യൂട്യൂബ് പെട്ടെന്ന് ടെർമിനേറ്റായിപ്പോയി. അപ്പോൾ കൂടുതൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ തിരുത്തുവാനാണ്, കുറവുകൾ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. പലപ്പോഴും ഇവരുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത്, ഞങ്ങളെപ്പോഴും എന്തെങ്കിലും നടക്കുമ്പോൾ കുറവുകൾ എന്താണ് തിരുത്തേണ്ടത് എന്നാണ് ഇവർ നോക്കിയത്. പെട്ടെന്നാണ് പത്രം കൊടുത്തില്ലല്ലോ, ആ പത്രം വിതരണം ചെയ്യാനായിട്ട് കുടുംബം അതിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്. പിന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്താമോ അത്രയെല്ലാം മാറ്റങ്ങളാണ് ഇവർ നടത്തിയത്. അതുമൂലമാണ് നമ്മൾ മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും അവരത് മനസ്സിലാക്കാനായിട്ട് ഈശോയും അമ്മയുമാണ് അവർക്ക് അനുഗ്രഹം നൽകിയത്. അങ്ങനെ ഓരോ പ്രാവശ്യം അവർ തിരുത്തി അവരുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ തീഷ്ണതയോടെ നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും അനുഗ്രഹങ്ങൾ വർഷിച്ചത്. ആ മകൻ പറഞ്ഞതുപോലെ ഈ മകളുടെ വിശ്വാസമാണ്. അച്ഛൻ്റെ ടോക്കിൽ കേട്ട ഓരോ പ്രാവശ്യം ടോക്ക് കേൾക്കുമ്പോഴും അത് ഞങ്ങളോട് പറയുന്ന പോലെയാണ് അവർക്ക് കരുതിയത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വചനമാണ് ഒരു വലിയ സ്ട്രൈക്കായത്. നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ഈശോയോട് എന്ത് ചോദിച്ചാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് ഈ മകൾ പറഞ്ഞത്. അതാണ് ഇവർ വിശ്വസിച്ചതും. എല്ലാം വഴുതി പോകുമ്പോഴും ആ ടെർമിനേറ്റ് ചെയ്ത യൂട്യൂബാണേലും അത് പോകുമ്പോഴും ഇവർ വിശ്വാസം നഷ്ടപ്പെടാതെ എന്താണ് തിരുത്തേണ്ടത്, എന്താണ് കുറവുകൾ എന്നന്വേഷിച്ച് ആ കുറവുകൾ നികത്തി വീണ്ടും വിശ്വാസ ജീവിതത്തിലേക്ക് ഓരോ പ്രാവശ്യവും തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വിശ്വാസമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മക്കൾ എന്ത് ചോദിച്ചാലും, മക്കൾക്ക് അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുമോ,
മീൻ ചോദിക്കുമ്പോൾ പാമ്പിന് കൊടുക്കുമോ എന്ന ഒരു വിശ്വാസം, ഈശോയിലുള്ള ഉറച്ച വിശ്വാസമാണ്. നമുക്ക് എത്ര എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാലും, കഷ്ടപ്പാടാണേലും ഫെയിലിയർ ആണേലും, ഈ മകൻ പറഞ്ഞ പോലെ അമ്മ മെഡിക്കൽ കോളേജ് സെൻറ്റ് ജോൺസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണുവാനുള്ള ഒരു മനസ്സ്, അത് ഉടമ്പടി ജീവിതത്തിലാണ് ഈ മക്കൾക്ക് ഇവർക്ക് കിട്ടിയത്. അതാണ് ഈശോയുടെ അമ്മയോട് സ്നേഹിക്കുമ്പോൾ നമുക്കെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ഒരു ഔട്ട്ലുക്ക് കിട്ടും. എല്ലാം നല്ലതാണെന്നുള്ള കരുതുവാനുള്ള ഒരു ഫീലിംഗ്, ഒരു ബോധ്യമാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 35 വർഷം നീണ്ടുനിന്ന ഒരു അലർജിയാണ് ഈ മകൾക്ക് സൗഖ്യമായത്. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും അത് സൗഖ്യപ്പെടുത്താൻ മറന്നില്ല. നമുക്ക് വേദനയായി തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരുന്നു. ഇവർക്കെല്ലാം ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ പ്രസൻസാണ്, സാന്നിധ്യമാണ് ഓരോ പ്രാവശ്യവും ഇവർ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്, ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പദ്ധതിയാണുള്ളത്. ആ പദ്ധതി മനസ്സിലാക്കാനും ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഈശോയും അമ്മയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിഷ ബിനുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ